ഇന്ന് ഫെബ്രുവരി 27-ന് മൂന്നാം സീറ്റ് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി പറഞ്ഞത്. ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം കോൺഗ്രസുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. 27-ന് അന്തിമ തീരുമാനമുണ്ടാകും. സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കും. അതോടൊപ്പം തന്നെ മറ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും തീരുമാനിക്കും. 27-നാണ് യോഗം. പാണക്കാട് തങ്ങൾ വിദേശത്താണ്. അദ്ദേഹം തിരിച്ചു വന്ന് 27-ന് യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്നാണ് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാക്കൾ. ഇന്ന് 27-ആണ് തീയതി എന്ന് വെച്ചാൽ ഇന്ന് തീരുമാനമെടുക്കുന്നില്ല, തീരുമാനം നാളെ മാത്രമേ ഉള്ളൂ എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പറയുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചർച്ചയുടെ കാര്യങ്ങൾ പിന്നെ തങ്ങളുമായിട്ട് തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനും ചർച്ച ചെയ്യാനൊക്കെ വന്നതാണ്. മീറ്റിംഗ് നാളെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നേരത്തെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ഇന്നത്തെ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കോൺഗ്രസുമായിട്ട് ഞങ്ങൾ നടത്തിയ ഉഭയകക്ഷി ചർച്ചയുടെ കാര്യങ്ങൾ തങ്ങളുമായിട്ട് ഷെയർ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാവരും വന്നിട്ടുമില്ല, അനൗദ്യോഗികമായിട്ട് നമ്മൾ അടുത്തുള്ളതുകൊണ്ട് സംസാരിച്ചതാണ്. നാളെ എല്ലാവരും വരും. നാളെ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമേ തീരുമാനങ്ങളുണ്ടാവും. അത് നിങ്ങൾ എന്നെ ചോദിച്ചല്ലോ, ഞാൻ കണ്ടല്ലോ, ഞാൻ ചാനലിൽ കണ്ടല്ലോ. ഞാൻ പറയണം, പാർട്ടിയുടെ തീരുമാനം നാളെ നാളെ എല്ലാം നാളെ. പക്ഷേ ഞങ്ങൾ 3 രാജ്യസഭാ സീറ്റിൽ UDF-ന് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് മുസ്ലിം ലീഗിന് തരാം. അപ്പോൾ എന്തായി? ഫലത്തിൽ 2 സീറ്റായി. അത് പറഞ്ഞു നിൽക്കാൻ മുസ്ലിം ലീഗിന് ഒരു അടവ് മാത്രമായി അത് മാറുകയും ചെയ്തു. അണികളെ തൃപ്തിപ്പെടുത്താൻ, അങ്ങനെ പറഞ്ഞു നിൽക്കാൻ വേണ്ടി ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. അടുത്ത 3 ഒഴിവുകളാണ് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് വരുന്നത്. അതിൽ 1 ജയിപ്പിക്കാൻ UDF-ന് കഴിയും, 2 LDF-ന് ജയിപ്പിക്കാൻ കഴിയും. ആ ഒരു സീറ്റ്, ജയിക്കുന്ന ഒരു സീറ്റ് മുസ്ലിം ലീഗിന് തരാം എന്നാണ്. അതിന് പകരമായി ഒരു ആവശ്യം, ഒരു നിബന്ധന കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് കോൺഗ്രസ്. അത് PV അബ്ദുൽ വഹാബ്, മുസ്ലിം ലീഗിന്റെ അംഗം, വിരമിക്കുന്ന സമയത്ത് ആ സീറ്റ് കോൺഗ്രസിന് നൽകണം എന്ന് വെച്ചാൽ ഫലത്തിൽ എന്ത് സംഭവിക്കും? ഒരു സീറ്റ് മാത്രമേ മുസ്ലിം ലീഗിന് രാജ്യസഭയിൽ ഉണ്ടാകുകയുള്ളൂ. തൽക്കാലം പറഞ്ഞു നിൽക്കാൻ ഇപ്പോൾ 2 സീറ്റുണ്ട് എന്ന് പറയാൻ കഴിയും മുസ്ലിം ലീഗിന് എന്ന് മാത്രമേ ഉള്ളൂ. അത്യന്തികമായി ഒരു സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നീട് മറ്റൊരു ഓഫർ കൂടി കോൺഗ്രസ് വയ്ക്കുന്നുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 2 സീറ്റ് ഒരു സമയത്ത് ജയിപ്പിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഒരു സീറ്റ് കൂടി നൽകാം എന്ന്. അത് എപ്പോഴാണ്? UDF അധികാരത്തിൽ വന്നാൽ. അതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ച് അധികാരത്തിൽ വന്നാൽ കിട്ടാവുന്ന, ജയിക്കാവുന്ന 2 സീറ്റിൽ 1 തരാം എന്നാണ്. അങ്ങനെ 2 സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താം എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫർ. ആ ഓഫർ സ്വീകരിക്കണോ എന്ന കാര്യത്തിലാണ് മുസ്ലിം ലീഗ് തീരുമാനമെടുക്കേണ്ടത്. 27-ന് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് തീരുമാനിച്ചിട്ടില്ല, നാളെ തീരുമാനിക്കും എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്, മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് തീരുമാനിക്കാത്തത്? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് കാത്തിരിക്കുന്നത്? നാളെയും തീരുമാനിക്കാൻ സാധ്യതയില്ല. നാളെ ചർച്ച നടത്തി ആ ചർച്ചയ്ക്ക് ഒടുവിൽ തീരുമാനമെടുക്കാൻ പാണക്കാട് സാദിഖലി തങ്ങളെ ചുമതലപ്പെടുത്തി യോഗം പിരിയാനാണ് സാധ്യത. പിന്നീട് നീണ്ടുപോകും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടെയാണ് മുസ്ലിം ലീഗ് മറ്റൊരു സുപ്രധാനമായ രാഷ്ട്രീയ കളിക്ക് തയ്യാറെടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നോ സൗഹൃദ മത്സരമെന്നോ എന്നൊന്നുമല്ല. വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരില്ല എന്ന വാർത്ത ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. വയനാട് സീറ്റിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വരുന്നില്ല എങ്കിൽ ഇപ്പോഴുള്ള രാജ്യസഭാ സീറ്റ് എന്ന ഓഫർ നിരസിച്ച് വയനാട് സീറ്റ് വേണമെന്ന ഉറച്ച നിലപാടിലേക്ക് മുസ്ലിം ലീഗ് വരും. കാരണം വയനാടിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും ജയിക്കാൻ കഴിയുന്ന സീറ്റാണ്. വയനാടിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് നൽകിയില്ലെങ്കിൽ 3 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചാൽ ആ 3 സീറ്റിലും ജയിച്ചു വരാൻ മുസ്ലിം ലീഗിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അങ്ങനെ ഒരു തീരുമാനം മുസ്ലിം ലീഗ് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആകെ മാറ്റം വരാനും മുസ്ലിം ലീഗിന് പിന്തുണ കൊടുക്കാൻ LDF തയ്യാറാകുകയും ചെയ്യും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. CPIക്ക് മറ്റൊരു സീറ്റ് നൽകിയാൽ മതി. CPIM വിചാരിച്ചാൽ അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യവുമാണ്. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ നീക്കം നടക്കും എന്ന സൂചന മുസ്ലിം ലീഗ് നേതാക്കൾ നൽകുന്നുണ്ട്. വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വയനാട് സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ
മുസ്ലിം ലീഗ് തയ്യാറാകാതിരുന്നത്. പകരം കണ്ണൂർ സീറ്റ് വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. കണ്ണൂർ സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഒരടവെടുത്തു, ഒരു നീക്കം നടത്തി. ആ നീക്കം മറ്റൊന്നുമല്ല, കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. കെ സുധാകരൻ KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കണ്ണൂരിൽ മത്സരിപ്പിക്കുന്നതിലൂടെ രണ്ട് നേട്ടങ്ങളാണ് VD സതീശൻ വിഭാഗം, KC വേണുഗോപാൽ വിഭാഗം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്, നോട്ടമിടുന്നത്. അതിലൊന്ന്, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം, താൽക്കാലികമായെങ്കിലും മാറ്റണം. പിന്നീട് സ്ഥിരം മാറ്റും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിനു വേണ്ടിയുള്ള ആദ്യ ചുവട് എന്ന നിലയിലാണ് താൽക്കാലികമായി അദ്ദേഹത്തെ മാറ്റുന്നത്, കെ സുധാകരനെ മാറ്റുന്നത്. അങ്ങനെ മാറ്റണമെങ്കിൽ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ കെ സുധാകരന് കണ്ണൂർ സീറ്റ് നൽകണം, കണ്ണൂരിൽ മത്സരിക്കണമെന്ന നിർബന്ധം AICC മുന്നോട്ട് വെക്കണം. ആ നിർദ്ദേശം AICC നൽകിക്കഴിഞ്ഞു. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? മുസ്ലിം ലീഗിനെ കണ്ണൂർ സീറ്റിൽ നിന്ന് ഒഴിവാക്കണം, കണ്ണൂർ സീറ്റ് എന്ന അവകാശവാദത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാജ്യസഭാ സീറ്റ് എന്ന ഓഫർ അത് മുന്നോട്ട് വെച്ചപ്പോൾ ചർച്ച ചെയ്യാമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അറിയട്ടെ എന്ന ചിന്തയിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വീണ്ടും സമ്മർദ്ദത്തിന് വഴങ്ങി, കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനം മാറ്റുമോ മുസ്ലിം ലീഗ് എന്നറിയില്ല. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ അത്തരമൊരു ചർച്ച ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യോഗം മാറ്റിവെച്ച് നാളെ തീരുമാനിക്കാം എന്ന് പറയുന്നത്. നാളെയും തീരുമാനിക്കാൻ സാധ്യതയില്ല എന്നാണ് ഉയർന്ന മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളോട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരം, നാളെ സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തി യോഗം പിരിയാനാണ് സാധ്യത. അത് നീണ്ടുപോകും. വയനാടിന്റെ സ്ഥിതി എന്താണ്? രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് മതി അത് സംബന്ധിച്ചുള്ള തീരുമാനം എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട്. അതിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമോ എന്നതൊക്കെ നാളെ അറിയാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും മുസ്ലിം ലീഗിന് ലോക്സഭയിലേക്ക് 3 സീറ്റ് എന്ന ആവശ്യം, അവർ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആവശ്യം, അതിൽ നിന്ന് പൂർണ്ണമായും പിറകോട്ട് പോയിട്ടില്ല. അങ്ങനെ പിറകോട്ട് പോയാൽ യൂത്ത് ലീഗിൽ നിന്ന് ഇതിനകം തന്നെ ആവശ്യം ഉയർന്നു വന്നു, 1 സീറ്റിൽ യൂത്ത് ലീഗിന് വേണമെന്ന്. അതോടൊപ്പം 3-ാം സീറ്റ് എന്ന ആവശ്യം പരസ്യമായി ഉന്നയിക്കുകയും അത് ലഭിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ അഭിമാനത്തിന് ഏൽക്കുന്ന ഒരു തിരിച്ചടിയാണ്. അത് സഹിക്കാൻ അണികൾ തയ്യാറാകില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് നേതാക്കൾക്കെതിരെയുള്ള രോഷപ്രകടനമായി മാറാൻ സാധ്യതയുണ്ട് എന്നുകൂടി കണ്ടുകൊണ്ടാണ് വയനാട് സീറ്റിന്റെ തീരുമാനമറിയട്ടെ എന്ന ചർച്ചയിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയിരിക്കുന്നത്.